യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നവകേരള സദസ്സിനെതിരെ നടത്തിയ പ്രതിഷേധ സമരത്തിനെതിരെ വലിയ തോതിലുള്ള വിമർശനമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. നാട്ടിൽ കലാപ അന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നെന്നും ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി ഉണ്ടാക്കുന്നുവെന്നെല്ലാം തന്നെ മുഖ്യമന്ത്രി ഈ പ്രതിഷേധത്തിനെതിരെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. ഈ വിമർശനങ്ങൾക്കെല്ലാം മറുപടിയായിട്ടാണ് ഇന്നിപ്പോൾ സുധാകരൻ ഫേസ്ബുക്ക് പോസ്റ്റുമായി എത്തിയിരിക്കുന്നത്. സുധാകരന്റേത് വെറും ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാനാകില്ല. വലിയ രീതിയിലുള്ള ഭീഷണിയോ വെല്ലുവിളിയാണ്. അതും നവകേരള സദസ്സിന് എതിരെയല്ല, മുഖ്യമന്ത്രി പിണറായി വിജയനെ ആക്ഷേപിച്ചുകൊണ്ടാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് മുഴുവൻ. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നവകേരള സദസ്സിന് നേരെ പ്രതിഷേധിച്ചപ്പോൾ വലിയ രീതിയിൽ തിരിച്ചടിക്കുമെന്ന് വി.ഡി. സതീശൻ പറഞ്ഞതാണ്. പക്ഷേ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളോ തിരിച്ചടികളോ ഒന്നും തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നോ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് അങ്ങനെയല്ല കോൺഗ്രസിന്റെ പെരുമാറ്റം കാണാൻ സാധിക്കുന്നത്. ഈ സമയത്താണ് സുധാകരന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ്. സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഇപ്രകാരമാണ്: അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത്. ഇനി അങ്ങോട്ട് അത് തന്നെയാണ് ഞങ്ങളുടെ പ്രഖ്യാപിത നയവും. പിണറായി വിജയൻ, താങ്കളുടെ ചീഞ്ഞളിഞ്ഞ രാഷ്ട്രീയത്തെ കണ്ണൂരിന്റെ മണ്ണിൽ തന്നെ കുഴിച്ചുമൂടാൻ അന്നും ഞങ്ങൾക്ക് വലിയ പ്രയാസമില്ലായിരുന്നു. താങ്കളിലെ രക്തദാഹിയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വെറുതെ വിട്ടുകളഞ്ഞതാണ്. പ്രതിഷേധ മാർച്ച് നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ സംരക്ഷിക്കാനിറങ്ങിയ പ്രതിപക്ഷ നേതാവിനെ കേസെടുത്ത് ഭയപ്പെടുത്താമെന്നത് വെറും അതിമോഹമാണ്. ഏതറ്റം വരെ പോയും അദ്ദേഹത്തെ സംരക്ഷിക്കും. കേരളത്തിൽ മാത്രമുള്ള ഒരു ഈർക്കിലി പാർട്ടിയുടെ തെരുവ് ഗുണ്ടകളായ നേതാക്കൾ നടത്തുന്ന ബാലിശമായ വെല്ലുവിളികളും ഞങ്ങൾ കേട്ടു. ഇന്ത്യ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തിന്റെ കരുത്ത് കാണിക്കാൻ ഒരുപാടധികം ഞങ്ങളെ നിർബന്ധിക്കരുത്. അവസാനത്തെ കനൽ തരിയും ചാരമായി പോകും. പിണറായി വിജയന്റെ ജൽപ്പനങ്ങൾക്കുള്ള മറുപടി ഡിസംബർ 23 ശനിയാഴ്ച DGP ഓഫീസ് മാർച്ചിൽ തരാം. കെ സുധാകരൻ ഇങ്ങനെയായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരുന്നത്. ആ ഫേസ്ബുക്ക് പോസ്റ്റിലെ ഓരോ വാക്യങ്ങളും പിണറായി വിജയനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ്. അദ്ദേഹം പല തവണകളായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധത്തെ കണ്ടില്ല എന്ന് നടിച്ചതിന് എതിരെയുള്ള വാക്കുകളാണ്. മാത്രമല്ല പലപ്പോഴായി പിണറായി വിജയനാണെങ്കിൽ പോലും പത്രസമ്മേളനം നടത്തുമ്പോൾ പറയുന്നത് മറുപടി എന്ന് പറയുന്നത് സുധാകരനെ കോട്ട് ചെയ്തുകൊണ്ടാണ്. കഴിഞ്ഞ ദിവസം പോലും പിണറായി വിജയൻ പറയുകയുണ്ടായിരുന്നു, തന്റെ ധൈര്യത്തെ അളക്കണമെങ്കിൽ അല്ലെങ്കിൽ തന്റെ ധൈര്യത്തെ അറിയണമെങ്കിൽ സുധാകരനോട് ചോദിച്ചാൽ മതിയെന്ന്. അപ്പോൾ ഇപ്പോഴും സുധാകരൻ പറയുന്നത് അത് യാതൊരു കാരണവശാലും DYFI പ്രവർത്തകരോടോ അല്ലെങ്കിൽ CPM പ്രവർത്തകരോടോ മാത്രമല്ല. സുധാകരൻ എപ്പോഴും എതിരാളിയായി കാണുന്നത് പിണറായി വിജയനെ തന്നെയാണ്. അത് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നും വ്യക്തമാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 37 ദിവസമായി നവകേരള സദസ്സ് ആരംഭിച്ചിട്ടു എന്നുള്ളതാണ്. മാത്രമല്ല നവംബർ 18-ാം തീയതി ആരംഭിച്ച നവകേരള സദസ്സിൽ 2-ാം ദിവസം മുതൽ തന്നെ സംഘർഷം രൂക്ഷമായിരുന്നു. പക്ഷേ സംഘർഷം രൂക്ഷമാണ് എന്ന് പറയുമ്പോൾ ഏതാനും ചില യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കാണിക്കുന്ന കരിങ്കൊടി പ്രതിഷേധത്തിനെതിരെ DYFI CPM പ്രവർത്തകർ നടത്തുന്ന പ്രതിഷേധമോ അക്രമങ്ങളോ മാത്രമായിരുന്നു ആ സംഘർഷം എന്ന് പറയുന്നത്. പിറ്റേ ദിവസം പത്രസമ്മേളനത്തിലോ വി.ഡി. സതീശൻ കുറിപ്പുകളിലൂടെയോ അറിയിച്ചിരുന്നത് തങ്ങൾ തിരിച്ചടിക്കും, മുഖ്യമന്ത്രി ഇത് അനുവദിച്ചു കൊടുക്കരുത് എന്നെല്ലാമാണ്. പക്ഷേ കോൺഗ്രസിനെ പോലെ ഒരു പ്രസ്ഥാനത്തിന് ഇതിനേക്കാൾ നല്ല രീതിയിൽ തിരിച്ചടിക്കാൻ സാധിക്കുമെന്നുള്ളത് എല്ലാ പൂച്ചക്കുഞ്ഞിന് പോലും അറിയുന്ന കാര്യമാണ്. പക്ഷേ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള ഒരു പ്രതിഷേധം നാളിതുവരെ ഉണ്ടായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് കോൺഗ്രസിന്റെ പ്രവർത്തനം അല്ലെങ്കിൽ പ്രവൃത്തികൾ എന്ന് പറയുന്നത് തീർത്തും വ്യത്യസ്തമാണ്. അതായത് കൃത്യമായി പറഞ്ഞാൽ നവകേരള സദസ്സ് തലസ്ഥാന നഗരിയിൽ എത്തിയപ്പോൾ മുതൽ കോൺഗ്രസിന്റെ പ്രവർത്തനം അല്ലെങ്കിൽ കോൺഗ്രസുകാരെല്ലാം ഉണർന്നെണീറ്റു എന്ന് വേണം പറയാൻ. അതായത് കോൺഗ്രസ് അപ്പോൾ കാത്തിരിക്കുകയായിരുന്നു. നവകേരള സദസ്സ് അതിന്റെ പരിസമാപ്തിയിലേക്ക് അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്ന നിമിഷം വരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും എല്ലാവരും തന്നെ കാത്തിരിക്കുകയായിരുന്നു എന്ന് വേണം ഇതിൽ നിന്നും മനസ്സിലാക്കാൻ. നവകേരള സദസ്സിന് വേണ്ടത്ര മൈലേജ് കിട്ടരുത് എന്നുള്ളത് കോൺഗ്രസിന്റെ അജണ്ട തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടത്തി നവകേരള സദസ്സിന്റെ വാർത്തയെ മുക്കിക്കളയാനുള്ള ശ്രമം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. പക്ഷേ അത് അജണ്ടയിൽ ഒന്നാമതായിരുന്നില്ല, അത് അജണ്ടയിലെ ഒരു ഭാഗം മാത്രമായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ആ ദൗത്യം വിജയിച്ചു എന്നും പറയാം. മാത്രമല്ല പക്ഷേ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധമോ അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള സർക്കാരിന് എതിരെയുള്ള വിമർശനങ്ങളൊന്നും തന്നെ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ നവകേരള സദസ്സ് യാത്ര തിരിക്കുന്നത് പോലും സർക്കാരിന് എതിരെ അത്രയധികം വിമർശനങ്ങൾ ഉണ്ടായി നിൽക്കുന്ന സാഹചര്യത്തിലാണ്. സാമ്പത്തിക പ്രതിസന്ധി ദൂർത്ത് തുടങ്ങി പല തരത്തിലുള്ള പ്രതിഷേധങ്ങളും പല തരത്തിലുള്ള വിമർശനങ്ങളും സർക്കാരിനെതിരെ ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിലാണ് സർക്കാർ ഇത്തരമൊരു യാത്ര നടത്തുന്നത്. ആ സമയത്ത് പ്രതിപക്ഷം പറഞ്ഞിരുന്ന വിചാരണ സദസ്സ് പോലും പിന്നെ എവിടെയും കേട്ടില്ല. അത്തരത്തിൽ പല വിധേന കോൺഗ്രസിനോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിനോ
പ്രവർത്തിക്കാമായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും തന്നെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. അതായത് ഭരണകൂടത്തിന്റെ പരാജയങ്ങളെ അഥവാ ഭരണകൂടത്തിന്റെ ദൗർബല്യങ്ങളെ എടുത്തു കാണിക്കുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടിട്ടുണ്ട്. നാളിതുവരെയും കോൺഗ്രസ് പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നവകേരള സദസ്സ് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ എത്തി നിൽക്കുന്ന സമയത്താണ് ആദ്യം തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഒരു സമരം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഒരു പ്രതിഷേധം ഉണ്ടാകുന്നത്. അത് സാരമായ രീതിയിൽ വലിയ സംഘർഷം തന്നെ, അല്ലെങ്കിൽ വലിയ സംഘർഷ അവസ്ഥ തന്നെ സൃഷ്ടിച്ചു എന്ന് വേണം പറയാൻ. പക്ഷേ പിറ്റേ ദിവസം വീണ്ടും KSU പ്രവർത്തകരുടെ മാർച്ച്, അതായത് ഇന്നലെ KSU പ്രവർത്തകരുടെ മാർച്ച് ഉണ്ടാകുന്നു. അതിലും കാര്യമായി തന്നെ സംഘർഷം ഉണ്ടാകുന്നു. ഇപ്പോഴാണ് കോൺഗ്രസ് ഇതുവരെ പറഞ്ഞിരുന്ന ഒരു തിരിച്ചടി എന്ന ലൈനിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. പക്ഷേ അതുവരെ ഇപ്പോൾ VD സതീശൻ പ്രതികരിച്ചു എന്ന് പറഞ്ഞാൽ തൊട്ട് മുൻപ് വരെ യാതൊരു തരത്തിലുള്ള അനക്കങ്ങളും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല. ദേശീയ തലത്തിൽ നിന്ന് പോലും കോൺഗ്രസിനെതിരെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. VD സതീശനോട് ഇറങ്ങി പ്രവർത്തിക്കാൻ പോലും പറഞ്ഞ സാഹചര്യത്തിലാണ് VD സതീശൻ പോലും കളത്തിലിറങ്ങുന്നത് എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. ഇപ്പോൾ സുധാകരൻ അവസാനം പറഞ്ഞു വെക്കുന്നത് നാളത്തെ, അതായത് നവകേരള സദസ്സിന്റെ അവസാന ദിവസത്തെ സമാപനത്തിൽ കാണാമെന്നാണ്. DGP ഓഫീസിലേക്ക് നാളെ മാർച്ച് നടത്താനിരിക്കുന്നുണ്ട്. നാളെ എന്ത് തന്നെയാണെങ്കിലും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഉണ്ടാകും. പക്ഷേ സുധാകരൻ പറഞ്ഞു വെക്കുന്ന തരത്തിലുള്ള പ്രതിഷേധം, അല്ലെങ്കിൽ സുധാകരൻ പറഞ്ഞു വെക്കുന്ന ഭീഷണി, അത് എന്താണ് എന്നുള്ളത് ഇപ്പോഴും സംശയമാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കോൺഗ്രസ് ഉപയോഗിച്ച ചില പ്രത്യേകതരം യുദ്ധമുറകളുണ്ടായിരുന്നു. മുളവടിയും മുളകുപൊടി പ്രയോഗങ്ങളും എല്ലാം തന്നെ പുതിയ തരത്തിലുള്ള തന്ത്രങ്ങളായിരുന്നു. ഇനിയിപ്പോൾ നാളത്തെ പ്രതിഷേധത്തിൽ അത്തരത്തിൽ എന്താണ് കോൺഗ്രസ് ഒളിപ്പിച്ചു വെക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ആശങ്കയുണ്ട്. മാത്രമല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനെ രക്തദാഹി എന്ന് പോലും അധിക്ഷേപിച്ച സാഹചര്യത്തിൽ സുധാകരന്റെ ഭീഷണിയെ DYFI പ്രവർത്തകരാണെങ്കിലും CPM പ്രവർത്തകരാണെങ്കിലും ഇനി പിണറായി വിജയന്റെ അണികളാണെങ്കിൽ പോലും എത്തരത്തിലായിരിക്കും നേരിടാൻ പോകുന്നത് എന്നുള്ള കാര്യം ഒരു ചോദ്യമായി തന്നെ നിൽക്കുന്നുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായ വലിയ രീതിയിലുള്ള സംഘർഷഭരിതമായ അന്തരീക്ഷത്തിന് ശേഷം നാളെ എത്തരത്തിലായിരിക്കും തലസ്ഥാന നഗരിയിൽ സംഘർഷം ഉണ്ടാകാൻ പോകുന്നതെന്നോ, മാത്രമല്ല ഇത്തരത്തിലുള്ള വാക്കുകളോട് എങ്ങനെയാണ് പിണറായി വിജയൻ പ്രതികരിക്കാൻ പോകുന്നത് എന്നുള്ള ചോദ്യവും അവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരും.